മലയാള സിനിമയുടെ ഒരു സംഘടന ഉണ്ട്, നടന്മാർക്ക് അമ്മ. ഈ അമ്മയുടെ പ്രോഗ്രാം നമ്മൾ എറണാകുളത്ത് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന വഴി ഉസ്താദ് ബാദുഷാ ഖാൻ ഈ വണ്ടി ഹൈജാക്ക് ചെയ്യുന്നു. നമുക്ക് ലൈവ് ഷോയിലൂടെ ഒന്ന് വീക്ഷിക്കാം. ഓഹോ എടാ, ഈ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ചില രീതിയും ഭാവവും എല്ലാം ഉണ്ട്. ഇതിനിടയ്ക്ക് ഈ മുകേഷ് എവിടെ പോയി കിടക്കുക? വരുന്നുണ്ട്. എടാ ഇങ്ങോട്ട് ഓടി വാ. നില്ല്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എനിക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഷക്കീലയുമായി റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നോളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനകത്ത് അമ്മാവന്റെ വേഷം ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ആരെങ്കിലും ഇതിന് ഇടങ്കോലിടാൻ വന്നെങ്കിൽ വിട്ടുകൊടുക്കില്ല ഞാൻ. മനസ്സിലായല്ലോ തനിക്ക്? ആര് പറഞ്ഞോളൂ തന്നെ ഇവിടോട്ട് വരാൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനകത്ത് അമ്മാവന്റെ വേഷം ചെയ്യാന്ന് പറഞ്ഞാ അത് ഞാൻ തന്നെയായിരിക്കും. ഈ രൂപവും ഭാവവും ഒക്കെ കണ്ടറിഞ്ഞൂടെ അമ്മാവന്റെ വേഷം ചെയ്യാൻ എടുക്കാൻ ഞാൻ തന്നെയാണെന്ന്? എനിക്കൊരു കാര്യം പറയാനുണ്ട് മിസ്റ്റർ ജനാർദ്ദനൻ. ഇതിനകത്ത് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് പരിപാടിയെങ്കിൽ അടിച്ചു തന്നെ ഷേപ്പ് മാറ്റും ഞാൻ. അമ്മാവന്റെ വേഷം ചെയ്യുക എന്ന് പറയുന്നത് ആരാണെന്ന് തീരുമാനിക്കാൻ ഇവിടെ ഞാനുണ്ട്. സത്യത്തിൽ ഇതിനകത്ത് അമ്മാവന്റെ വേഷം ചെയ്യണമെന്ന് കേട്ടപ്പോഴേ ഞാൻ കരുതിയതാണ്. ഞാനായിരിക്കും അമ്മാവന്റെ വേഷം ചെയ്യുക എന്ന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അമ്മാവന്റെ വേഷം ചെയ്യണ്ട എന്ന് കേട്ടപ്പോ എന്റെ ചെകിട്ട് തടിച്ചു പോലെ എനിക്ക് തോന്നിയത്. എന്താ ചെയ്യുക? എനിക്ക് തൃപ്തിയായി. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ചെയ്യുന്ന ഞാൻ നിൽക്കുമ്പം ഇവിടെ വന്നിട്ട് വേറെ ആൾക്കാർ വന്നിട്ട് അമ്മാവന്റെ വേഷം ചെയ്യണമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റില്ല കൂട്ട. ഇത് ഞാൻ പറയുന്നത് അവസാന വാക്ക. ഇതിനകത്ത് ആരെങ്കിലും കയറി ഇടങ്ങോലിട്ടാൽ സമ്മതിക്കില്ല ഞാൻ. ഞാനിപ്പോ എന്താ ചെയ്യുക? എനിക്കെല്ലാം കൂടെ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയാം, എല്ലാരും കൂടി സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അയ്യോ, ഇങ്ങനെ സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാര് പറഞ്ഞു? സൂപ്പർ സ്റ്റാറിനോട് ചോദിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. എന്റെ ദണ്ണം അതല്ല. ഇതിനകത്ത് ഇത്രയും കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു വാക്കെങ്കിലും എന്നോട് ചോദിച്ചോ? ചോദിക്കില്ല. അതിനിവിടെ ആരും ഇല്ലല്ലോ. നിർത്തുക, എല്ലാരും ഒന്നും മിണ്ടാതിരിക്കുക. നമ്മളിങ്ങനെ ഒച്ചയും ബഹളവും എല്ലാം ഉണ്ടാക്കി ഈ പരിപാടി കുളവാക്കരുത്. വണ്ടിയിലോട്ട് കയറാനോ? വണ്ടിയിലോട്ട് കയറാനല്ലേ പറഞ്ഞത്? ഇതിനകത്ത് എന്താ AC ഒന്നും ഇല്ലേ? ആരാണ് മോനെ ഈ AC? പറച്ചോരെ, നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. AC എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻ. നമ്മൾ താൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് വരുന്നത് മോനെ. നമ്മൾ പറഞ്ഞുതരാം, ഫിലിം ദ സാൻഡ് ആൻഡ് ദ ഷോ, ഫിലിം ദ ഹാർട്ട് ഡാൻസ് ഷോ. അതൊന്നും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്കൊന്നും മനസ്സിലായില്ല മോനെ. തന്നോട് പതുക്കെ വണ്ടി ഓടിക്കാനല്ലേ പറഞ്ഞത്? സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞാൽ പറയും പതുക്കെ ഓടിക്കാൻ. നമ്മൾ എന്താ ചെയ്യുക? എനിക്ക് തന്നോട് വ്യക്തിപരമായിട്ട് ഒരു കാര്യം പറയാനുണ്ടോ? താൻ ഒന്നും പറയണ്ട. അപ്പൊ റിഹേഴ്സലിന്റെ കാര്യം തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു മിണ്ടാതിരിക്കാൻ. എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഇയാളോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുക? റോളിന് തടുക്കുക. ഒരുത്തൻ തോക്കും ചൂണ്ടി പറച്ചോനെ അവൻ നമ്മളെ വെടിവെച്ച് കൊല്ലുമെന്നാണ് തോന്നുന്നത്. എങ്കിൽ താൻ വണ്ടി നിർത്ത്. എങ്കിൽ താൻ വണ്ടി ഒന്ന് നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ. ഞാനിത് എന്തോ ചെയ്യും അമ്മച്ചി? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഇനി എന്നാ ഒരു കാര്യം ചെയ്യാം. പറച്ചോനെ വണ്ടി നിർത്തുവനെ. ഇനി എന്താ ചെയ്യുക? പുല്ലേ, ഒറ്റ ഓർത്തൻ അനങ്ങി പോകരുത്. എല്ലാത്തിനും ഞാൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും ചാക്കി കയറ്റിയെന്നൊന്നും അല്ല പറഞ്ഞത്. എല്ലാത്തിനും ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞോ? എന്റെ പാറേക്കാൽ മുത്തശ്ശി, എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇനി നിങ്ങളെ എല്ലാരെയും ഹൈജാക്ക് ചെയ്തിട്ട് എനിക്ക് ചില ഡിമാൻഡ്സ് ഉണ്ട്. അത് ഞാൻ എന്റെ നേതാവുമായിട്ട് സംസാരിക്കും. അതിനുശേഷം നിങ്ങളുടെ നേതാവുമായി സംസാരിക്കും. എന്നിട്ട് ഒരു തീരുമാനം എടുക്കും. ഇതിലൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ വന്നാലുണ്ടല്ലോ, അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മരിച്ചുപോയ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയോ തനിക്ക്? ഞാന് പണ്ട് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. പണ്ട് ഹൈജാക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഹൈജാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ലേ? അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. പണ്ട് ഹൈജാക്ക് ചെയ്യുമ്പോൾ സിൽക്ക് സ്മിത ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. സിൽക്ക് സ്മിത പരിച്ചോളാണോ? ആണോ?
അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ഹൈജാക്കിനെ കുറിച്ച് വളരെയധികം തൻ്റെ ഇടത്തോടു കൂടി വേണം. പണ്ട് ഞാനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്നെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. അവരെന്നെ കാട്ടിൽ മേടയിലും ഒളിപ്പിച്ചു വെക്കുകയാണ് ഉണ്ടായിരുന്നത്. തനിക്കറിയുമോ എന്ന് എനിക്കറിയില്ല എന്നെല്ലാം പറഞ്ഞ കൂട്ടത്തില് എന്റെ സൂപ്പർ ആക്ഷൻ ഹീറോ ആയ എന്റെ സുഹൃത്ത് പറഞ്ഞ എന്താണെന്ന് അറിയോ? ഹൈജാക്ക് ചെയ്യണമെങ്കിൽ നല്ല ആരോഗ്യം വേണം, ഹെലികോപ്റ്ററിൽ തൂങ്ങിപ്പോയി വേണം ഹൈജാക്ക് ചെയ്യാൻ എന്നല്ല എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒന്നും ഞാൻ നിങ്ങളെ ഹൈജാക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇനി എന്റെ നേതാവുമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് നിന്റെ നേതാവുമായിട്ടും ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഹലോ സാർ, ഞാൻ ഉസ്താദ് ബാദുഷാ ഖാൻ. ഓഹോ, ഓൻ ഉസ്താദ് ബാദുഷാ ഖാനല്ലേ? അതെ സാർ, ഞാൻ കേരളത്തിലുള്ള ഒട്ടുമിക്ക നടന്മാരെ ഞാൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഓഹോ, ഓൻ ഹൈജാക്കിന്റെ ആളല്ലേ? അതിരിക്കട്ടെ, എന്താടോ ഈ ഹൈജാക്ക്? സാർ, ഹൈജാക്ക് എന്ന് പറഞ്ഞ എല്ലാരെയും ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. ഓഹോ, ഓൻ കിഡ്നാപ്പിന്റെ ആളല്ലേ? ആ റൈറ്റ്. അദ്ദേഹം ഫോൺ വെച്ചു. ഇനി ഞാൻ എന്റെ നേതാവ് വരുമ്പോ എന്താ ചെയ്യുക? എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിനെയും കൊന്നു കളയാം. എല്ലാരും ചത്തു. ഇനി എന്റെ നേതാവ് വരുമ്പോ എനിക്ക് ചങ്കൂറ്റത്തോടു കൂടി നിന്ന് പറയാം, എന്റെ നേതാവ് വരുന്നുണ്ട്. നമസ്കാരം. താൻ എല്ലാവരും കൊന്നുവല്ലേ? അതെ സാർ, എല്ലാത്തിനെയും കൊന്ന് ഞാൻ കൊല വിളിച്ചു. താൻ കൊല വിളിക്കൊന്നും വേണ്ട. ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത് ഇവനെപ്പോലുള്ള കശ്മീരിമാരും പ്രതിപക്ഷത്തിൻ്റെ കറുത്ത കൈകളുമാണ്. എന്താണ് സാർ ഈ പറയുന്നത്? ഇതുപോലുള്ള അനുഭവങ്ങളിലെല്ലാം എന്നെ ഇങ്ങനെ വിട്ടുവിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യൂ. സ്മരണ വേണം നേതാവേ, സ്മരണ വേണം. ഇതുപോലുള്ള അനുഭവം തനിക്ക് ഒരുപാടുണ്ട്. ഒരു കാര്യം ചെയ്യൂ, താൻ സ്മരിച്ചുകൊണ്ടിരുന്നോളൂ. മഴപ്രായൻ്റെ ചിരിയും മുട്ടനായൻ്റെ സ്വഭാവമുള്ള ഞാൻ വരട്ടെ. നമസ്കാരം. ജയ് ഗുരു.